ഇവിടെ നോക്കണം, ഇവിടെ അത് നോക്കിയാണ് ഇവിടെയുള്ള വണ്ടിയൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മള് ഇൻഡിക്കേറ്റർ ഇപ്പൊ റൈറ്റ് ബേക്കോട്ട് വരുമ്പോ ബേക്കൊക്കെ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ബേക്ക് നോക്കാണ്ട് വന്ന് ഓടെ ഇടിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യമുണ്ടോ? ഹായ്, ജിസിനാണ്. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ആൽബിനൊപ്പമാണ് ഇരിക്കുകയാണ്. ഇന്ന് ഒരു സിറ്റി കൂടെ ടൗണിൽ കൂടെയുള്ള ഒരു ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ടൗണിക്കൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ മെയിൻ റോഡിൽ ഓടിക്കുന്ന പോലെയല്ല, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാണ്ട് വണ്ടി വരും, ഓപ്പോസിറ്റ് വണ്ടി വരും. അതൊക്കെ നമ്മളൊരു ടെൻഷൻ അടിക്കാണ്ട് ആ റോഡിൽ കൂടെ ഓടിക്കേണ്ട ഒരു ടെസ്റ്റാണ് ഇന്ന് നടത്തുന്നത്. അപ്പം ആൽവി നമുക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ആൽവി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കണം, ഇവിടെ അത് നോക്കിയാണ് ഇവിടെയുള്ള വണ്ടിയൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മള് ഇൻഡിക്കേറ്റർ ഇപ്പൊ റൈറ്റ് ബേക്കോട്ട് വരുമ്പോ ബേക്കൊക്കെ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ബേക്ക് നോക്കാണ്ട് വന്ന് ഓടെ ഇടിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യമുണ്ടോ? ഇവിടെ പ്രശ്നം ബേക്കോട്ട് ആക്സിഡന്റ് കൊടുക്കുന്നില്ല, അതാ വണ്ടി ഓഫ് ആയി പോന്നു. ആക്സിഡന്റ് കൊടുക്കും, അവിടെ ഒരു കട്ടിങ്ങാ. സ്റ്റോപ്പ് എടുക്കോ? ഇതൊക്കെ നമ്മളെ തിരിഞ്ഞിങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്കിന് ഓപ്പോസിറ്റ് ഒടിഞ്ഞിരിക്കണം. അതാണ് ഡ്രൈവിങ്. രണ്ടു ദിവസം ഓടിക്കാത്തോണ്ടാന്ന് അല്ലെങ്കിൽ ഞാൻ നല്ലോണം ഓടിച്ച് അവസാനല്ലായപ്പോ അവിടെ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വേഗില് മെല്ലെ അവിടെ ഞാൻ ബസ് സ്റ്റോപ്പിന്റെ അവിടെ വണ്ടിയാണ് നിർത്തുന്നത്. ഇവിടുന്ന് ഒരു ബൈക്കാരൻ, പുള്ളി ശ്രദ്ധിക്കുന്നില്ല. ഓട്ടോറിക്ഷ ബസ്സിനെ കയറ്റി വിടണം. പുള്ളി കയറിക്കോളൂ. അത് പുള്ളിക്കാരൻ പോകുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് മുന്നോട്ട് കയറ്റി വെക്കുക. അതിരുന്നുണ്ടോ ബൈക്കിലുള്ള വണ്ടിക്കാരൻ കൊണ്ട് ഇങ്ങോട്ടും കൂടെ നിർത്തുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. അടുത്ത വണ്ടി വേഗത വേഗം അടുപ്പിക്ക്. അതാ വീണ്ടും അടുപ്പിക്ക്. ഇവിടെ എടുക്കെടുക്ക് ബൈക്കിൽ വണ്ടി. നീ നമ്മളെ എടുക്കാൻ തയ്യാറായി നിൽക്കും. ഒരു ഹാഫ് ക്ലച്ചിൽ ഇവിടെ ഹാഫ് ക്ലച്ചിൽ കാല് കൊണ്ടുവന്ന് നിർത്തി. നോക്കണം, ചിലപ്പോ ഒരാൾ കയറാന്നൊക്കെ ഇവിടെ ഉണ്ടാവും. ബസ് പെട്ടെന്ന് സ്ഥലം നിർത്തും. അപ്പൊ നീ സ്റ്റോപ്പ് ചെയ്യാനുള്ള തയ്യാറില്ലായിരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവർ നിർത്തില്ലാന്ന് വിചാരിക്കരുത്. റൈറ്റ് സൈഡ് ശ്രദ്ധിക്കണം. വേഗം. ഓക്കെ, വേഗം. അവിടെ ഫസ്റ്റ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, സ്പീഡുണ്ടല്ലോ. അതാ പുള്ളിക്കാരൻ നോക്കണമെന്നില്ല. ഒക്കെ നോക്കണം. പുള്ളിക്കാരന്റെ കൊട തലയിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുവാണ്. ബേക്കോട്ടും നോക്കുന്നില്ല. ഇതിപ്പോ
4ാമത്തെ കയറി പോകേണ്ട റോഡാണ്. ഇപ്പോൾ 7 സെക്കൻഡിലാണ്. അത് മുമ്പില് വണ്ടിയുള്ളതുകൊണ്ട് സ്പീഡിലും പോകാൻ പറ്റില്ല. അങ്ങനെ മാറ്റരുത്. ഇൻഡിക്കേറ്റർ ഇട്ടില്ല. റൈറ്റ് ഇൻഡിക്കേറ്ററിന്റെ ട്രാക്ക് മാറ്റി കേറുന്നില്ല. ഓട്ടോറിക്ഷ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോകണ്ട. അപ്പൊ നമ്മൾ അവിടെ തിരിയുമ്പോഴല്ല ഇൻഡിക്കേറ്ററിന്റെ ഇവിടുന്ന് ഒരു ഇത്രയും അതന്നെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടിയില്ല. ഇനി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്കാണ് വണ്ടി വരേണ്ടത്. പിന്നെ വണ്ടി വലത് ദിവസത്തേക്ക് പോകരുത്. അതുപോലെ റൈറ്റ് ഇൻഡിക്കേറ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് വണ്ടി വരരുത്. വലത് ദിവസത്തേക്കായിരിക്കും പോകേണ്ടത്. അതിന്റെ ഇഷ്ടം. അത് ആ ബസ്സുകാരന്റെ ടയർ ഇങ്ങോട്ടോ വരുന്ന നോക്കി നിർത്തി ഇവിടെ ഇവിടെ ഇരുന്നു. അതാ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. പോസ്റ്റ് റൈറ്റിലോട്ട്. റൈറ്റാ? റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓട്ടോ എടുത്തു. രണ്ടാമത് എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ചേട്ടൻ സെക്കൻഡ് ഗിയർ വണ്ടി സെൻട്രലിലെ വന്നു. നാട്ടിലോട്ട് അവിടെ കാറുകാരൻ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇടണം. പിന്നെ വേണ്ട. അന്ന് ഇൻഡിക്കേറ്റർ കുഴപ്പമില്ല. വെറുതെ വെറുതെ വെള്ളം കൊണ്ടും തട്ടിക്കൊടുത്തപ്പോഴേ സന്തോഷത്തേക്ക് അതുകൊണ്ട് പറ്റേക്കാം. ആള് സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. റൈറ്റ് 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 റൈറ്റ്. ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൈറ്റ് വീണ്ടും റൈറ്റ്. ക്ലച്ച് ഫുള്ള് കൺട്രോൾ ചെയ്തു. ഓക്കെ. ഇത് ക്ലച്ചിലും ബ്രേക്കിലും ആയിരിക്കണം. പിന്നെ ഓക്കെ അങ്ങനെ തന്നെ. കാല് ക്ലച്ചിന്റെ ബ്രേക്കിന്റെയും. ഓട്ടോ ഓട്ടോ റൈറ്റ് സൈഡിൽ ഓട്ടോ. ക്ലച്ചിന് ഫുള്ള് കൊടുക്കുക. ഓഫാക്കരുത്. എങ്ങോട്ടാ? നേരെയാ? നേരെ ആക്സിലേറ്റർ കൊടുത്തിട്ട് അതിൽ വണ്ടി ഓഫായി പോകാനുള്ള സാധ്യത ഉണ്ടോ? ഒന്ന് റേസ് ആക്കിയിട്ട് ആ ത്രോട്ടില് അല്ലെങ്കിൽ ആ ആക്സിലേറ്റർ പെഡൽ കൂട്ടി കൊടുക്കുക. സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് സ്റ്റോപ്പ് ക്ലച്ച് ക്ലച്ച് എന്ന് നോക്കാം. അതെ ഞാൻ റേസ് ആക്കിയിട്ട് അതാ വേണ്ടത്. ഒരിക്കലും അത്ര അടുത്ത് പോകരുത് ഈ വണ്ടിക്ക്. ചിലപ്പോൾ അവര് പാർക്കിംഗ് കിട്ടി പെട്ടെന്ന് കൂടെ എടുക്കും. ഞാൻ വിചാരിച്ചു മെല്ലെ ഫ്രണ്ടോട്ട് പോകാൻ. മുമ്പിലെന്തോ കണ്ടോണ്ട് ടൗണിൽ കൂടെ എങ്ങനെ ഓടിക്കണ്ടാ മതി. ആ
ടൗണിൽ കൂടെ മാത്രം ഓടിക്കാനേ സെറ്റാവും. നീ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ആ വളവ് കഴിഞ്ഞ് നിർത്താം. ചേട്ടൻ പാർക്കിംഗ് ഇവിടെ നിർത്തണം. ഇവിടെ ഇൻഡിക്കേറ്റർ 50 മീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ആ സൈൻ ബോർഡും കഴിഞ്ഞിട്ട് നിർത്തിയാണ്. അതിപ്പോ ഇനിയിപ്പോ സ്പീഡ് കൂട്ടാനില്ല. ബ്രേക്കിലോട്ട് കാര്യം വരിക. ബ്രേക്കിന്റെ ക്ലച്ചിനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ആ സൈഡിലോട്ട് നിർത്തുക. ഇതെന്ത് നമ്മ ക്ലച്ച് ഫുള്ള് പൊട്ടാത്ത കുഴപ്പം എന്താ? വണ്ടി മുന്നേ കഴിച്ചത് വണ്ടി മുന്നേ ഈ നമ്മൾ ഈ പാർക്ക് ചെയ്യുമ്പോ ഇനിയിപ്പോ ഈ സൈഡ് ഇവിടെ നോക്കണ്ടേ? ഈ ലെഫ്റ്റ് സൈഡ് മിറർ ഓക്കെ അങ്ങോട്ട് അടുപ്പിക്കും. ഇവിടെ അടുപ്പിക്കും. വണ്ടി ഇങ്ങനെ വിറപ്പിക്കില്ല. ആക്സിഡന്റ് കൊണ്ട് ചെറുതായിട്ട് റേസ് ആക്കി എടുത്താൽ പോലെ. ഓക്കെ സ്റ്റോപ്പ് ചെയ്യും. അതെ തന്നെ ഇപ്പൊ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. റോഡ് വിട്ടിട്ടാണ് വണ്ടി ഉള്ളത്. ഓക്കെ അല്ലേ?